നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ ബെഡിലൊക്കെ മൈസീലയൊക്കെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ല വെള്ള കളറായിട്ടുണ്ട്. നമ്മൾ ഇത് കീറലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2 പ്രാവശ്യം നമ്മൾ നനയ്ക്കുന്നുള്ളൂ. മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഹ്യൂമിഡിറ്റിയൊക്കെ ടെമ്പറേച്ചറും ഒക്കെ നല്ല രീതിയിലായതുകൊണ്ട് അത് നമ്മൾ അധികം പ്രാവശ്യം നനയ്ക്കുന്നില്ല. ചൂട് സമയമായിരുന്ന സമയത്ത് നമ്മൾ 5-6 പ്രാവശ്യമൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചില ബെഡൊക്കെ ഇതുപോലെ കറുത്താണ് ഇരിക്കുന്നത്. ബാക്കിയൊക്കെ നല്ല വെള്ള കളർ വന്നിട്ടുണ്ട്. മൈസീൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡിൽ, ഈ ഒരു റോയിലെ ബെഡിൽ മാത്രം ബ്ലാക്ക് കളറാണ്. അതിൽ മൈസീൽ സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഒരു പാക്കറ്റും കൊണ്ട് 2 ബെഡാണ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത ആ 2 പാക്കറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതുപോലെ വന്നേക്കുന്നത്. ഒരു പാക്കറ്റ് 2ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിത്തിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും. നമ്മൾ കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് വിത്ത് എടുക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം വിത്തിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ലാത്തതാണ്. പിന്നെ ചില സമയത്തൊക്കെ ഇതുപോലെ 1-2 ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരും. പിന്നെ നമുക്ക് കുറച്ച് ഊണെടുക്കാനായിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് പിന്നെ എടുക്കുന്നുള്ളൂ. പിന്നെ ഈ ബെഡൊക്കെ മാറ്റാറായിട്ടുണ്ട്. അതെല്ലാം മാറ്റണം. ഇടയ്ക്ക് നമ്മൾ ഇല്ലാത്ത ബെഡൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ചുണ്ട്. ഇവിടെ ഈ റൂമെന്ന് പറയുന്നത് കൂൺ കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്തതല്ല. പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഷീറ്റൊക്കെ ഇട്ടൊന്ന് മറച്ചെടുത്ത് മുകൾ ഭാഗം മാത്രം ഇട്ടിരുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൂണിൻ്റെ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് സൈഡ് വശമൊക്കെ ഇതുപോലെ കമ്പിയുടെ നെറ്റും കൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്തു. പിന്നെ പച്ച കളറിലെ നെറ്റ് പുറത്ത് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ അകത്തും ഈ മഞ്ഞ കളറിലെ നെറ്റ് ഇട്ടിട്ടുണ്ട്. മുകൾ വശത്തും ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷീറ്റാണ്. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ഈ മഞ്ഞ നെറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നീലപ്പടുതായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചൂട് ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ചൂട് സമയത്ത് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം പൈസ ചിലവില്ലാതെ ചെയ്ത ഒരു മുറിയാണിത്. സാധാരണക്കാർക്കൊക്കെ ഇതുപോലെ പഴയ ഷെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് അധികം പൈസ ചിലവാക്കാതെ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 4-5 മാസം ആയിട്ടുണ്ട്. അധികം പൈസയൊന്നും നമുക്ക് ഇതിനു വേണ്ടി ചിലവാകുന്നില്ല. വിത്ത് വാങ്ങിക്കുമ്പം ഒരു പാക്കറ്റ് വിത്തിന് 50 രൂപയാണ്. പിന്നെ നമ്മൾ അറക്കപ്പൊടി നമുക്കിവിടെ റബ്ബറിൻ്റെ അറക്കപ്പൊടിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കച്ചിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ റബ്ബറിൻ്റെ തടി അറക്കുന്ന മില്ല് നമുക്കിവിടെയുണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് 5 ചാക്കൊക്കെ വാങ്ങിക്കുമ്പോൾ 200 രൂപ, ചിലപ്പം 250 രൂപ, അത്രയും ആ ഒരു വിലയ്ക്കാണ് നമുക്ക് തരുന്നത്. 5 ചാക്കിന് 250 രൂപ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് വിത്തിൻ്റെ പൈസയും അറക്കപ്പൊടിയുടെ പൈസയും മാത്രമേ ആവുന്നുള്ളൂ. കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ കക്ക വാങ്ങിയിട്ട് അത് നീറ്റി അതാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കൂണ് ലഭിക്കുന്നുണ്ട്. കക്ക നീറ്റിയിട്ട് ആ കുമ്മായമാണ് നമ്മൾ അറക്കപ്പൊടി നനയ്ക്കുമ്പോഴും അതുപോലെ വിത്ത് ബെഡ് റെഡിയാക്കുമ്പോഴും വിത്തിനകത്ത് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കക്ക നീറ്റിയ കുമ്മായമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞപ്പം കാൽസ്യം കാർബണേറ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ആണെങ്കിൽ അത് കുഴപ്പമില്ലാത്തതാണെങ്കിൽ നല്ലൊരു ഐഡിയ ആണെന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. കാൽസ്യം കാർബണേറ്റിന് നല്ല വിലയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം നമ്മൾ അത് കാരണം അതിൻ്റെ വില ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അത് വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ പുതിയ ബെഡ് ചെയ്തപ്പോഴും നമ്മൾ ഈ കുമ്മായം തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെയും ഈ റൂമിൽ ഞാൻ ഹസ്ബൻഡും കുട്ടികളും കൂണെടുക്കാനായിട്ടല്ലാതെ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഇതിനകത്ത് കയറാറില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് റൂമിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൂണ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ബെഡൊന്നും അങ്ങനെ നമ്മുടെ അധികം കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുമില്ല. അറക്കപ്പൊടി നമ്മൾ 1 മണിക്കൂറോളം ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന വിത്ത് അത് നല്ല ക്വാളിറ്റിയുള്ള വിത്താണ്. കുമരകം കാർഷിക ഭവനിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് അങ്ങനെ വാങ്ങിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന വിത്ത് നല്ല വിത്താണ്. നമ്മൾ അവിടെ ചെന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവർ പഴകിയ വിത്തൊന്നും നമുക്ക് തരാറില്ല. നല്ല വിത്ത് മാത്രമാണ് ഡേറ്റ് ഇട്ട് അത് പാകമായ വിത്ത് മാത്രമാണ് തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് ഇതുവരെയും കിട്ടിയത്. അപ്പോൾ ഈ ബെഡാണെങ്കിൽ ഇത്രയും പഴകിയിട്ടും ഇതിൽ നിന്നൊക്കെ കൂണ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അധികം
കാശ് ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇത്. വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതുപോലെ ജോലിയുള്ളവരാണെങ്കിലും അവരുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ ഇതുപോലെ അതൊരു സൈഡ് ബിസിനസ്സായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.